1 ഗ്ലാസ് പാലും ഏത്തപ്പഴം ചെറുതായി നുറുക്കിയതും കൂടി മിക്സിയുടെ വലിയ ജാറിലിട്ട് നന്നായിട്ട് അരച്ച് ബ്ലെൻഡാക്കി എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് റാഗി പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് മൈദ ചേർത്ത് കൊടുക്കുക. സാധാരണഗതിയിൽ പാൻ കേക്ക് മൈദ വെച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് കുറച്ചുകൂടി ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടാണ് റാഗി ഉപയോഗിച്ചേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു അല്പം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മാറ്റുക. ഇതിലേക്ക് വേറെ അഡീഷണൽ ഷുഗർ ഒന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. പഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ടാണ് കേട്ടോ അഡീഷണൽ ഷുഗർ ചേർത്ത് കൊടുക്കാത്തത്. പിന്നെ കുട്ടികൾക്ക് ഷുഗർ കൂടുതൽ ചേർത്ത് കൊടുക്കാത്തതാണ് ഏറ്റവും നല്ലത്. പാൻ നന്നായി ചൂടായി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒരുപാട് സ്പ്രെഡ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിന് ഹോൾ വന്ന് കഴിയുമ്പോഴത്തേക്കും മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇത് ഒരു സൈഡ് നന്നായി വെന്ത് കഴിയുമ്പോൾ മറച്ചിട്ട് കൊടുക്കണം കേട്ടോ. മുട്ട ചേർത്ത് കൊടുക്കണമെന്നുള്ളവർക്ക് ഈ ബാറ്റർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ മുട്ട ഒരെണ്ണം പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാവുന്നുണ്ട്. ഇപ്പോൾ മോൻ രാവിലെ ഒരു മുട്ട കഴിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കുട്ടികൾക്ക് ഇന്ന് ട്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ.